മിസ്റ്റർ പണിക്കർ, ഒന്നകത്തേക്ക് വരൂ. സർവീസ് ബെനിഫിറ്റ്സ് വാങ്ങാൻ സേവിയർ വന്നിരുന്നു? ഇല്ല. അയാൾ എവിടെയാ താമസിക്കുന്നത്? അഡ്രസ് ഇവിടെ കാണുമല്ലോ. ഇവിടെയുള്ളത് ജോയിൻ ചെയ്ത കാലത്ത് അഡ്രസ്സാ. ഇപ്പൊ എവിടെയാണെന്നൊന്നും ഒന്ന് അന്വേഷിക്കണം, എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. ഇന്ന് ഡോക്ടർ തോമസ് പറഞ്ഞാണ് അറിഞ്ഞത് പണിക്കരെ, നമ്മുടെ സേവിയർ ഒരു വലിയ രോഗിയാണ്. ഡേ ബൈ ഡേ അയാൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ ഭഗവാനെ, ഈ മഹാരോഗം കൊണ്ടാണോ ആ പാവം ഇത്രയും കാലം നടന്നത്? ഇന്ന് തന്നെ നമുക്ക് സേവിയർ ഒന്ന് പോയി കാണണം. അതിപ്പോ എവിടെന്ന് വെച്ചാ പോയി കാണണം? പുള്ളിക്കാരനും തിരക്കുന്നുണ്ട്. ഇത്രയും കാലം ഇവിടെ ജോലി ചെയ്യുന്ന ഒരാളിന്റെ ഊരും പേരും അറിയില്ല എന്ന് പറയുന്നത് കുറെ കഷ്ടാ സാറേ. എടോ, അതാരുടെയും കുറ്റമല്ല, ഈ നഗരത്തിന്റെ സ്വഭാവമാണ്. ആട്ടെ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവിടെ തന്റെ തൊട്ട അയലത്ത് താമസിക്കുന്ന ആരാന്ന് എനിക്കറിയാമോ? നേരെ മറിച്ച് നാട്ടിലാണെങ്കിൽ ആ കരയിലുള്ള മുഴുവൻ ആളെ അറിയാം, ഇല്ലേ? സേവിയറിന് വല്ലത് സംഭവിച്ചാൽ ഭാര്യയുടെയും കുട്ടികളുടെയും കാര്യം കഷ്ടത്തിലാവും. വേറെ സ്വന്തക്കാർ വല്ലവരും ഉണ്ടോ? എങ്ങനെയെങ്കിലും സേവിയർ സാറിനെ ഒന്ന് കണ്ടുപിടിക്കണം. ഞാൻ കുറെ കാശ് കടമടിച്ചിട്ടുണ്ട്, കഴിയുന്നതെങ്കിലും തിരിച്ചു കൊടുക്കണം. ചികിത്സിച്ചിട്ടൊന്നും വലിയ ഫലമില്ലെന്നാ കേട്ടത്. അതൊന്നും അല്ല കഷ്ടം, ഇതെല്ലാം അറിഞ്ഞിരുന്നുകൊണ്ടാ ആ പാവം ഇത്രയും കാലം ചിരിച്ചു കളിച്ച് നടന്നത്. ഇത്രയ്ക്കേ ഉള്ളൂ മനുഷ്യന്റെ കഥ.